ഇറാനിൽ വീണ്ടും US ആക്രമണം. ഹോർമുസ് ഉൾപ്പെടെയുള്ള ഇറാൻ തീരങ്ങളിലെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ തകർത്തു. 7 മണിക്കൂർ നീണ്ടുനിന്ന ആക്രമണത്തിൽ US നാവികസേനയും ഭാഗമായെന്ന് US സെൻട്രൽ കമാൻഡന്റ് അറിയിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാവുകയാണ്. നേരത്തെ പറഞ്ഞതാണ് രാത്രിയിൽ ഏർപ്പെടുത്തിയ ഉപരോധം. അതേ തുടർന്നാണോ അമേരിക്ക ഇറാനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കിയിട്ടുള്ളത്? ഐസൺ. വിനോദ്, രാഖി, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇറാനെതിരായ അതിശക്തമായ ആക്രമണം അമേരിക്ക നടത്തുന്നതിൻ്റെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത, അതായത് ഹോർമൂസിലും മറ്റിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയിൽ നിന്നും പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഖരങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ ആക്രമണം നടന്നതെന്നാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആക്രമണം തുടർച്ചയായി നടക്കുന്നു. അത് ഡ്രോൺ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ മിസൈൽ കേന്ദ്രങ്ങളും എല്ലാം തന്നെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നു എന്നാണ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. സെൻട്രൽ കമാൻഡിൻ്റെ നീക്കങ്ങളുടെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കൂടി നൽകാനാകുന്നത് അത് നാവികസേനയുടെയും വ്യോമസേനയുടെയും ഡ്രോൺ സംവിധാനങ്ങളുടെയും എല്ലാം തന്നെ സംയുക്തമായൊരു ആക്രമണമാണ് നടന്നതെന്നാണ്. അതായത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രതിരോധമുണ്ടാകുന്നത് കൃത്യമായി തടയുന്നതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ബ്ലോക്കേഡ് നടക്കുന്നതോടുകൂടി ഉപരോധം പൂർണ്ണമാകുന്നതോടുകൂടി വലിയ തോതിൽ ഇറാനെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇറാൻ്റെ ഇത്തരത്തിലുള്ള ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് കപ്പലുകൾക്ക് നേരെയും അതുപോലെ തന്നെ ഇറാൻ്റെ പരിസരത്തുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നേരെയും UAE, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു രീതിയുണ്ട്. ആ രാജ്യങ്ങളിലെ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നതെങ്കിലും ആ രാജ്യങ്ങൾക്ക് അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ ഏറ്റവും അടുത്ത രാജ്യങ്ങളുമായി പോലും ആക്രമണത്തിന് തുനിയുന്ന ഒരു സാഹചര്യം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത്തരം ഒരു സാഹചര്യം ജോർദാനിലൊക്കെ ആക്രമണം നടത്തിയ സാഹചര്യം ഉണ്ടാകുന്നു. അവയെല്ലാം ഒഴിവാക്കുന്നതിനും പശ്ചിമേഷ്യയിലെ കുറെ കൂടി സുരക്ഷിതവും സമാധാനപരവുമായ ഒരു സാഹചര്യം ഒരുക്കുന്നതിനുമുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഹോർമൂസിലൂടെയുള്ള എണ്ണ ഗതാഗതം ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള കപ്പൽ ഗതാഗതം കൃത്യമായി നിലനിർത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇറാനെ ഇത്തരത്തിലൊരു ആക്രമണശേഷി നശിപ്പിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ അമേരിക്ക മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി തങ്ങളുടെ വിശദീകരണങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്യുന്നത്. ഇറാനെതിരായ പോരാട്ടം പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ആശങ്ക. ഒപ്പം തന്നെ ഇറാൻ ഈ കടുത്ത പ്രകോപനം നിർത്തുന്നുമില്ല. അപ്പോൾ തന്നെ അമേരിക്ക സൈനിക നടപടി കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.